എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. അധ്യാത്മരാമായണം മൂലഗ്രന്ഥത്തിൻ്റെ പാരായണം 37-ാം ദിവസമായ ഇന്ന് യുദ്ധകാന്ഡം ദശമ സർഗമാണ് പാരായണം ചെയ്യുന്നത്. യജ്ഞ വിധ്വംസം, മണ്ഡോദരി സമാശ്വാസനം എന്നിവയാണ് ഇവിടെ പ്രതിപാദ്യം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകികോകിലം. അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കപീശം അക്ഷരം താരം വന്ദേ ലങ്കാഭയങ്കരം. ശ്രീരാമചന്ദ്രചരണൗ മനസാ സ്മരാമി, ശ്രീരാമചന്ദ്രചരണൗ വചസാ ഗൃണാമി, ശ്രീരാമചന്ദ്രചരണൗ ശിരസാ നമാമി, ശ്രീരാമചന്ദ്രചരണൗ ശരണം പ്രപദ്യേ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ. അധ്യാത്മരാമായണം യുദ്ധകാന്ഡം ദശമ സർഗഃ. ശ്രീമഹാദേവ ഉപാജ സവിചാര്യസഭാമധ്യേ രാക്ഷസൈ സഖമന്ത്രിഭിഃ നിർയയൗ യേവ ശിഷ്ടാസ്തൈ രാക്ഷസൈ സഖരാഘവം ശലഭശലഭൈർയുക്തപ്രജ്വലന്തമിവാനലം തതോ രാമേണ നിഖതാ സർവേ തേ രാക്ഷസായുധീ. ശ്രീ മഹാദേവൻ ദേവിയോട് പറഞ്ഞു, സഭാമധ്യത്തിൽ മന്ത്രിമാരും രാക്ഷസരുമായി ആലോചിച്ചതിന് ശേഷം രാവണൻ അവശേഷിച്ച രാക്ഷസന്മാരെയും കൂട്ടി രാഘവനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. അന്യ ശലഭങ്ങളോട് ചേർന്ന ശലഭം കത്തിക്കാളുന്ന തീയിലേക്കെന്നതുപോലെയാണ് രാവണന്റെ യാത്ര. അനന്തരം ആ രാക്ഷസന്മാരെല്ലാം പോരിനാൽ രാമനാൽ കൊല്ലപ്പെട്ടു. സ്വയം രാമേണ നിഹസ്തീഷ്ണബാണേന വക്ഷസി വ്യതിതസ്ത്വരിതം ലങ്കാം പ്രവിവേശ ദശാനന. ദൃഷ്ട്വാ രാമസ്യ ബഹുശപൗരുഷം ചാപ്യമാനുഷം രാവണോ മാരുനേശ്ചൈവ ശീഘ്രം ശുക്രാന്തികം യയൗ. കൂരമ്പുകൾ കൊണ്ട് രാമനാൽ മാറത്ത് മുറിവേൽപ്പിക്കപ്പെട്ട ദശാനൻ ദുഃഖിതനായി കൊട്ടാരത്തിലേക്ക് മടങ്ങി. രാമന്റെയും ഹനുമാന്റെയും അമാനുഷമായ പൗരുഷം പലകുറി കണ്ട് രാവണൻ വേഗം ശുക്രാചാര്യരുടെ അടുത്തേക്ക് ചെന്നു. നമസ്കൃത്യ ദശഗ്രീവ ശുക്രം പ്രാഞ്ജലിരബ്രവീത് ഭഗവൻ രാഘവേണൈവം ലങ്കാരാക്ഷസയൂഥവൈ വിനാശിതാ മഹാദൈത്യാ നിഹതാ പുത്രബാന്ധവാഃ കഥം മേ ദുഃഖസന്തോഹസ്ത്വയി തിഷ്ഠതി സദ്ഗുരൗ. ശുക്രാചാര്യ വണങ്ങിക്കൊണ്ട് ദശഗ്രീവൻ പറഞ്ഞു, അല്ലയോ ഭഗവാനെ, രാക്ഷസ സേനാധിപന്മാരായ അനേകം പേർ രാമനാൽ വധിക്കപ്പെട്ടു. മക്കളും ബന്ധുക്കളും മഹാദൈത്യരും കൊല്ലപ്പെട്ടു. സദ്ഗുരുവായ നിന്തിരുവടി ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് ഈ താപവ്യൂഹം ഭവിക്കുന്നത് എങ്ങനെയാണ്? ഇതി വിജ്ഞാപിതോ ദൈത്യഗുരു പ്രാഹദശാനനം ഹോമം കുരു പ്രയത്നേന രഹസ്യത്വം ദശാനന. യദി വിഘ്നോ ന ചേദ്ധോമേ തർഹി ഹോമാനലോത്ഥിത മഹാൻ രഥച്ചവാഹാശ്ചാപതൂണീരസായകാഃ സംഭവിഷ്യന്തി തൈർയുക്ത ത്വമജേയോ ഭവിഷ്യസി. ആ അസുരഗുരു ദശമുഖനോട് പറഞ്ഞു, അല്ലയോ രാവണ, പ്രയത്നപൂർവം രഹസ്യമായൊരു ഹോമം നീ ചെയ്യുക.
ഹോമത്തിൽ വിഘ്നമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹോമാഗ്നിയിൽ നിന്ന് ഉണ്ടാകുന്ന പെരും തേരും കുതിരയും ചാപ തൂണീര ശരങ്ങളുമെല്ലാം നിന്നെ അജയ്യനാക്കും. ഗൃഹാണമന്ത്രാൻ മദ്ദത്താൻ ഗച്ഛ ഹോമം ഗുരുദ്രുതം ഇത്യുക്തസ്ത്വരിതം ഗത്വാ രാവണോ രാക്ഷസാധിപ ഗുഹാം പാതാള സദൃശീം മന്ദിരേ സ്വേ ചകാരഃ ലങ്കാദ്വാരകപാടാദി ബദ്ധ്വാ സർവത്ര യജ്ഞത ഹോമദ്രവ്യാണി സമ്പാദ്യ യാനി യുക്താന്യാഭിചാരകേ ഗുഹാം പ്രവിശ്യ ജൈകാന്തേ മൗനീ ഹോമം പ്രചക്രമേ. ഞാൻ തരുന്ന മന്ത്രങ്ങൾ നീ ഗ്രഹിക്കൂ, എന്നിട്ട് പെട്ടെന്ന് ഹോമം തുടങ്ങും. ഇപ്രകാരം ശുക്രാചാര്യരുടെ വാക്ക് കേട്ട് വളരെ വേഗം സ്വഭവനത്തിൽ പാതാളതുല്യമായ ഒരു ഗുഹ തയ്യാറാക്കി. ലങ്കയുടെ കവാടാദികൾ യജ്ഞപൂർവം ബന്ധിച്ച് ആഭിചാരത്തിൽ എന്തെല്ലാം ഹോമദ്രവ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഒരുക്കി ഗുഹയിൽ കടന്ന് മൗനിയായി ഏകാന്തതയിൽ ഹോമം ആരംഭിച്ചു. ഉദ്ധിതം ധൂമമാലോക്യ മഹാന്തം രാവണാനുജ രാമായ ദർശയാമാസ ഹോമധൂമം ഭയാകുല പശ്യരാമ ദശഗ്രീവോ ഹോമം കർത്തും സമാരഭത് യദി ഹോമ സമാപ്ത സ്യാത് തദാ അജേയോ ഭവിഷ്യതി അതോ വിഘ്നായ ഹോമസ്യ പ്രേഷയാശു ഹരീശ്വരാൻ. വിപുലമായ ധൂമപടലം ഉയരുന്നത് കണ്ട് പേടിച്ചരണ്ട വിഭീഷണൻ ഹോമധൂപം രാമന് കാട്ടിക്കൊടുത്തു. അല്ലയോ രാമ, നോക്കൂ, ദശഗ്രീവൻ ഹോമം ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഹോമം സമാപ്തമായാൽ അപ്പോൾ അവൻ അജയ്യനാകും. അതിനാൽ ഹോമത്തിന് വിഘ്നം വരുത്താൻ കവിവരന്മാരെ ഉടൻ നിയോഗിക്കൂ. തഥേതി രാമ സുഗ്രീവ സമ്മതേ അംഗദാം കപി ഹനുമത് പ്രമുഖാൻ വീരാൻ ആദിദേശ മഹാബലാൻ പ്രാകാരം ലംഘയിത്വാ തേ ഗത്വാ രാവണമന്ദിരം ദശകോട്യപ്ലവങ്കാനാം ഗത്വാ മന്ദിരരക്ഷകാൻ ചൂർണയാം അസുരശ്വാം ച ഗജാം ച നഹനൻ ക്ഷണാത്. അങ്ങനെയെന്ന് രാമൻ സുഗ്രീവ സമ്മതത്തോടെ കവിവീരനായ അംഗദനെയും ഹനുമത് പ്രമുഖരായ പ്രബല വീരന്മാരെയും കൽപ്പിച്ചയച്ചു. കോട്ടമതിൽ കടന്ന അവർ 10 കോടി വാനരർ രാവണന്റെ അരമനയിലെത്തി. മന്ദിര രക്ഷകന്മാരെ തകർത്തു. കുതിരകളെയും ആനകളെയും ക്ഷണത്തിൽ വകവരുത്തി. തതശ്ച സരമാ നാമ പ്രഭാതേ ഹസ്തസപ്ഞയാ വിഭീഷണസ്യ ഭാര്യ സാ ഹോമസ്ഥാനം അസൂചയത് ഗൃഹാവിധാനപാഷാണമംഗദപാദഘട്ടനൈ ചൂർണയിത്വാ മഹാസത്വപ്രവിവേശ മഹാഗുഹം. പിറ്റേന്ന് കാലത്ത് വിഭീഷണ പത്നി സരമ എന്നവൾ കൈക്രിയയാൽ ഹോമസ്ഥാനം നിർദ്ദേശിച്ചു. മഹാബലശാലി അംഗദൻ ഗുഹയടച്ച പാറ പാദാഘാതങ്ങളാൽ തകർത്ത് മഹാഗുഹയിലേക്ക് കയറി. ദൃഷ്ട്വാ ദശാനനം തത്ര മിലീതാക്ഷം ദൃഢാസനം തതോ അംഗദാജ്ഞയാ സർവേ വാനരാ വിവിശുർദ്രുതം തത്ര കോലാഹലം ചക്രുസ്താടയന്തശ്ച സേവകാൻ സംഭാരാം ചിക്ഷുപുസ്തസ്യ ഹോമകുണ്ഠേ സമന്തത. അതിനകത്ത് ദൃഢമായ ആസനത്തിൽ മിഴിപൂട്ടിയിരുന്ന ദശമുഖനെ കണ്ടപ്പോൾ അംഗദന്റെ ആജ്ഞാനുസരണം വാനരരെല്ലാം പെട്ടെന്നുള്ളിലേക്ക് കടന്നു. സേവകരെ മർദ്ദിച്ചുകൊണ്ട് അവിടെ കോലാഹലമുണ്ടാക്കി. അവന്റെ ഹവനസാമഗ്രികളെല്ലാം ഹോമകുണ്ഡത്തിനു ചുറ്റും വലിച്ചെറിഞ്ഞു. ശ്രുവമാച്ഛാദ്യഹസ്താശ്ച രാവണസ്യ ബലാദൃഷ തേനൈവ സംജഘാനാശു ഹനുമാൻ പ്ലവകാഗ്രണീ ഘ്നന്ദിദന്തൈശ്ച കാഷ്ഠൈശ്ച വാനരാസ്തിമിതസ്തതാ ന ജഹൗ രാവണോ ധ്യാനം ഹതോബി വിജിഗീഷയാ. വാനര അഗ്രണിയായ ഹനുമാൻ രാവണന്റെ കയ്യിൽ നിന്നും ദേഷ്യത്തോടെ ഹോമത്തിനുപയോഗിക്കുന്ന സ്രുവം പിടിച്ചെടുത്ത് അതുകൊണ്ട് തന്നെ അവനെ പെട്ടെന്ന് ആഞ്ഞടിച്ചു. അവനെ വാനരർ ചുറ്റും നിന്ന് പല്ലുകൾ കൊണ്ട് കടിക്കുകയും കമ്പുകൾ കൊണ്ട് അടിക്കുകയും ചെയ്തു. ആഹതനായിട്ടും ജയേച്ഛയാൽ രാവണൻ
ധ്യാനത്തിൽ നിന്നും ഉണർന്നില്ല. പ്രവിശ്യാന്തപുരേ വേശ്മന്യംഗദോ വേഗവത്തരഃ സമാനയത് കേശബന്ധേ ധൃത്വാ മന്ദോദരീം ശുഭാം രാവണസ്യൈവ പുരതോ വിലപന്തീം അനാഥവത് വിദദാരാംഗദസ്തസ്യ കഞ്ചുകം രത്നഭൂഷിതം. അതിവേഗശാലിയായ അംഗദൻ അരമനയിലെ അന്തഃപുരത്തിൽ കടന്ന് ശോഭനയായ മന്ദോദരിയെ മുടിക്കെട്ടിൽ പിടിച്ച് ഇഴച്ചു കൊണ്ടുവന്നു. അനാഥയെ പോലെ വിലപിക്കുന്ന മന്ദോദരിയെ രാവണന്റെ മുമ്പിൽ വെച്ച് രത്നഭൂഷിതമായ അവളുടെ മേൽക്കുപ്പായം കീറിക്കളഞ്ഞു. മുക്താ വിമുക്താ പതിതാ സമന്താ രത്നസഞ്ജയൈ ശ്രോണിസൂത്രം നിപതിതം ത്രുടിതം രത്നചിത്രിതം കടിപ്രദേശാൽ വിസ്രസ്താനീവീ തസ്യൈവ പശ്യത ഭൂഷണാനി സർവാണി പതിതാനി സമന്തത ദേവഗന്ധർവകന്യാശ്ച നീതാ ഹൃഷ്ടൈ പ്ലവംഗമൈ മണ്ഡോദരീ രുരോദാധ രാവണസ്യാഗ്രതോ വൃഷം ക്രോശന്തി കരുണം ദീന ജഗാദദശഗന്ധരം നിർലജ്ജോസി പരൈരേവം കേശപാശേ വികൃഷ്യത്തെ. ഉരിവീണ മുത്തുകൾ രത്നസഞ്ചയങ്ങളോടൊപ്പം ചുറ്റും ചിതറി. രത്നം പതിച്ച അരഞ്ഞാണം പൊട്ടി വീണു. അരക്കെട്ടിൽ നിന്ന് മടിക്കുത്തഴിഞ്ഞുപോയി. അവൻ കാണവേ തന്നെ എല്ലാ ആഭരണങ്ങളും ചുറ്റിനും വീണു. ഹർഷം പൂണ്ട കവികൾ രാവണാന്തപുരത്തിലുള്ള ദേവഗന്ധർവ കന്യകമാരെ വിമോചിപ്പിച്ചു. രാവണന്റെ മുമ്പിൽ മണ്ഡോദരി വാവിട്ട് കേണു. കരളലിയിക്കുമാർ കേഴുന്നവളായ ആ ദീന അനന്തരം രാവണനോട് പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ശത്രുക്കൾ ഇவ்விധം മുടുക്കി പിടിച്ചു വലിച്ചിഴയ്ക്കുന്നു. ഭാര്യാതവൈവ പുരത കിം ജുഷോഹിനലജ്ജസേ ഹന്യതേ പശ്യതോ യസ്യ ഭാര്യ പാപൈശ്ച ശത്രുഭി മർത്തവ്യം തേന തത്രൈവ ജീവിതാൻ മരണം വരം ഹാ മേഘനാഥ തേ മാതാ ക്ലിശ്യതേ ബദവാനരൈ ത്വയി ജീവതി മേ ദുഃഖം ഈദൃശം ജഗതം ഭവേത് ഭാര്യാ ലജ്ജാജ സംത്യക്ത ഭർത്താ മേ ജീവിതാശയ. നിങ്ങൾക്ക് നാണമില്ലേ? എന്തിനായി ഇങ്ങനെ ഹോമിക്കുന്നു? ലജ്ജയില്ലേ? ഒരുവന്റെ ഭാര്യ അവൻ നോക്കി നിൽക്കവേ പാപികളായ ശത്രുക്കളാൽ അപമാനിക്കപ്പെടുന്നു. അവൻ അവിടെ വെച്ച് തന്നെ ചാവണം. അവന് ജീവിതത്തെക്കാൾ മരണമാണ് മെച്ചം. അയ്യോ മകനെ മേഘനാഥ, നിന്റെ അമ്മ ഈ കുരകന്മാരാൽ പീഡിപ്പിക്കപ്പെടുന്നു. കഷ്ടം. നീ ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇவ்விധം ദുഃഖം ഭവിക്കുന്നത് എങ്ങനെ? ജീവിതാശ മൂലം ഞാൻ എൻ്റെ ഭർത്താവിനാൽ ത്യജിക്കപ്പെട്ടവളായി ലജ്ജിതയുമായി. ശ്രുത്വാ തദ്ദേവിദം രാജാ മന്ദോദര്യാദശാനന ഉത്തസ്ഥൗ ഖഡ്ഗമാദായ ത്യജദ്ദേവീം ഇതി ബ്രുവൻ യഘാനാംഗതമവ്യഗ്രകടിദേശദശാനന തതോ സൃജ്യയുഃ സർവേ വിധ്വംസ്യ ഹവനം മഹത്. മണ്ഡോദരിയുടെ വിലാപം കേട്ട് രാവണ രാജാവ് എഴുന്നേറ്റു. ദേവിയെ വിടൂ എന്ന് ആക്രോശിച്ചുകൊണ്ട് വ്യഗ്രതയെന്നിയെ വാളൂരി ദശമുഖൻ അംഗദന്റെ അരക്കെട്ടിൽ വെട്ടി. അതോടെ മഹത്തായ ഹോമം തകർത്ത് സർവരും അവിടെ നിന്ന് പോവുകയും ചെയ്തു. രാമപാർശ്വമുപാഗമ്യത്തസ്തു സർവേ പ്രകർഷിത രാവണസ്തു തതോ ഭാര്യാം ഉവാച പരിസ്വാന്തയൻ ദൈവാദീനമിദം ഭദ്രേ ജീവിതാ കിം ന ദൃശ്യതേ ത്യജശോകം വിശാലാക്ഷി ജ്ഞാനമാലംഭ്യ നിശ്ചിതം. രാമന്റെ അരികിലെത്തി സകലരും സന്തുഷ്ടരായി കഴിഞ്ഞുകൂടി. രാവണനാകട്ടെ അനന്തരം ഭാര്യയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഈ ലോകം ദൈവത്തിന് അധീനമാണ് ഭദ്രേ. ജീവിപ്പോന് എന്ത് കാണേണ്ടി വരില്ല. സുന്ദരി, അതിചപലമായ അറിവിനെ ആശ്രയിച്ച് ദുഃഖം വെടിയൂ. അജ്ഞാനപ്രഭവാശോക ശോകോജ്ഞാന വിനാശകൃത് അജ്ഞാനപ്രഭവാഹം ധീ ശരീരാദിഷ്വനാത്മസു തന്മൂല പുത്രധാരാദി സംബന്ധ സംസൃതിസ്തത ഹർഷശോകഭയക്രോധ ലോപമോഹസ്പൃഹാദയ. അറിവില്ലായ്മയുടെ സന്താനമാണ് ശോകം. ശോകം ജ്ഞാനവിനാശകാരിയുമാണ്. ആത്മാവല്ലാത്ത ദേഹാദികളിലുള്ള അഹംബോധം അജ്ഞാനജനിതമാകുന്നു. അതുകൊണ്ടാണ്
പുത്രധാരാദി സംബന്ധം, അതിൽ നിന്ന് തന്നെ സംസാരവും ഉണ്ടാകുന്നു. ആഹ്ലാദം, ദുഃഖം, പേടി, കോപം, ലോഭം, മോഹം, ആഗ്രഹം ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാകുന്നു. അജ്ഞാന പ്രഭവാഖ്യേതേ ജന്മമൃത്യുചരാദയ ആത്മാതു കേവല ശുദ്ധോ വിതിരിക്തോ ഹ്യലേപക ആനന്ദരൂപോ ജ്ഞാനാത്മാ സർവഭാവ വിവർജിതഃ ന സംയോഗോ വിയോഗോ വാ വിദ്യതേ കേനചിത് സദാ. ഈ ജനന മരണ ജരാദികൾ അറിവില്ലായ്മയിൽ നിന്ന് ഉളവായവ തന്നെ. ആത്മാവാകട്ടെ കേവലം ശുദ്ധവും തികച്ചും ഭിന്നവും ആലേപകവും ആനന്ദരൂപവും ജ്ഞാനാത്മകവും എല്ലാ ഭാവങ്ങളും അറ്റതുമാണ്. സത്തിന്, ആത്മാവിന് ഒന്നിനോടും ചേർച്ചയോ അകൽച്ചയോ ഇല്ല. ഏവം ജ്ഞാത്വാ സ്വമാത്മാനം ത്യജശോകം അനിന്ദിതേ ഇദാനീമേവ ഗച്ഛാമി ഹത്വാ രാമം സലക്ഷ്മണം ആഗമിഷ്യാമി നോചേന്മാം ധാരയിഷ്യതി സായകൈ ശ്രീരാമോ വജ്രകൽപ്പൈശ്ച തതോ ഗച്ഛാമി തത്പദം തദാ ത്വയാമേ കർത്തവ്യാ ക്രിയാമശാസനാത് പ്രിയേ സീതാം ഹത്വാ മയാ സാർദ്ധം ത്വം പ്രവേക്ഷ്യസി പാപകം. അല്ലയോ മാന്യേ, ആത്മാവിനെ ഇவ்விധം പറഞ്ഞ് നീ ശോകം പിടിയൂ. ഇപ്പോൾ തന്നെ ഞാൻ പോകുന്നു. ലക്ഷ്മണ സഹിതം രാമനെ കൊന്ന് മടങ്ങിവരും. അല്ലാത്ത പക്ഷം വജ്രതുല്യമായ ശരങ്ങളാൽ ശ്രീരാമൻ എന്നെ കൊല്ലും. അപ്പോൾ പിന്നെ രാമപദം പോകുവാൻ എനിക്ക് സാധിക്കും. അന്നേരം പ്രിയേ, എൻ്റെ നിർദ്ദേശാനുസരണം നീ എനിക്കായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. സീതയുടെ കഥ കഴിക്കണം. അതിനുശേഷം എന്നോട് എത്തുവാൻ വേണ്ടി നീ അഗ്നിപ്രവേശം ചെയ്യുകയും വേണം. ഏവം ശ്രുത്വാ വജസ്തസ്യ രാവണസ്യ അതിദുഃഖിത ഉവാചനാഥ മേ വാക്യം ശൃണു സത്യം തഥാ കുരു. ഇവിധം ദശമുഖന്റെ വാക്കുകൾ കേട്ട് അതിഖിന്നയായ മണ്ഡോദരി പറഞ്ഞു, അല്ലയോ നാഥ, സത്യമായ എൻ്റെ വാക്കുകൾ കേൾക്കണേ, അതിൻ പ്രകാരം ചെയ്യണേ. ശക്യോ ന രാഘവോ ജേതും ത്വയാജ അന്യൈകദാജന രാമോ ദേവവര സാക്ഷാൽ പ്രധാന പുരുഷേശ്വര മത്സ്യോ ഭൂത്വാ പുരാകൽപ്പേ മനും വൈവസ്വതം പ്രഭു രരക്ഷ സകലാവദ്ഭ്യോ രാഘവോ ഭക്തവത്സലഃ രാമ കൂർമോ അഭവത് പൂർവം ലക്ഷയോജന വിസ്തൃത സമുദ്രമദനേ പൃഷ്ഠേ ദധാര കനകാചലം. അങ്ങയാലോ മറ്റുള്ളവരാലോ രാമനെ ജയിക്കാൻ ഒരിക്കലും സാധിക്കുന്നതല്ല. രാമൻ പ്രകൃതിക്കും പുരുഷനും നിയന്താവായ സാക്ഷാൽ ദേവേശനാണ്. പണ്ട് കൽപ്പാന്തപ്രളയത്തിൽ മത്സ്യമായി ഭവിച്ച് പ്രഭുവും ഭക്തവത്സലനുമായ രാമൻ എല്ലാ ആപത്തിൽ നിന്നും വൈവസ്വത മനുവിന് രക്ഷ നൽകി. മുമ്പ് പാലാഴിമദനത്തിൽ രാമൻ 1,00,000 യോജന വിസ്താരമുള്ള ആമയായി തീർന്നിട്ട് കനകപർവ്വതം പുറത്തു ധരിച്ചു. ഹിരണ്യാക്ഷോ അതിദുർവൃത്തോ ഹതോനേന മഹാത്മന ക്രോഢരൂപേണ വപുഷാ ക്ഷോണീമുദ്ധരതാ ക്വചിത്ത്. ഒരിക്കൽ പന്നിയുടെ ആകൃതി പൂണ്ട് ഭൂമിയെ ഉദ്ധരിച്ച ആ മഹാത്മാവിനാൽ അതിദുർവൃത്തനായ ഹിരണ്യാക്ഷൻ കൊല്ലപ്പെട്ടു. ത്രിലോകകണ്ടകം ദൈത്യം ഹിരണ്യകശിപും പുരാ ഹതവാൻ നാരസിംഹേന വപുഷാ രഘുനന്ദന. രഘുനന്ദനൻ പണ്ട് നരസിംഹ ശരീരം കൊണ്ട് ത്രിലോകകണ്ടകനും ദൈത്യനുമായ ഹിരണ്യകശിപുവിനെ സംഹരിച്ചു. വിക്രമൈ സ്ത്രീഭിർവാസൗ ബലിംബദ്ധ്വാ ജഗത്രയം ആക്രമ്യാദാ സുരേന്ദ്രായ ഭൃത്യായ രഘുസത്തമ. മഹാബലിയെ വരപ്രതിജ്ഞയാൽ ബന്ധിച്ച് ഈ രഘുവരൻ ത്രിഭുവനം മുഴുവൻ 3 അടി മാത്രം കൊണ്ട് അളന്നെടുത്ത് സ്വഭൃത്യനായ ഇന്ദ്രന് നൽകി. രാക്ഷസാക്ഷത്രിയാകാരാ ജാതാ ഭൂമിർഭരാവഹ താൻ ഹത്വാ ബഹുശോ രാമോ ഭുവം ജിത്വാ ഹ്യതാൻ മുനേ. ഭൂമിക്ക് ഭാരമുണ്ടാകുമാർ രാക്ഷസന്മാർ ക്ഷത്രിയരായി ജനിച്ചു. പരശുരാമനായി അവതരിച്ച് പലകുറി അവരെ കൊന്നൊടുക്കിയിട്ട് ഭൂമി കൈയടക്കി രാമൻ കാശ്യപമുനിക്ക് നൽകി.
സയേവ സമ്പ്രദം ജാതോ രഘുവംശേ പരാത്പര ഭവദർത്ഥേ രഘുശ്രേഷ്ഠോ മാനുഷത്വോപാഗത തസ്യ ഭാര്യ കിമർത്ഥം വാ ഹൃദാ സീതാവനാത് ബലാത് മമ പുത്രവിനാശാർത്ഥം സ്വസ്യാപി നിധനായ ച. ആ പരമപുരുഷൻ തന്നെയാണ് അങ്ങയെ സംഹരിക്കാനിപ്പോൾ മാനവഭാവം പ്രാപിച്ച് രഘുകുലത്തിൽ രഘുവരനായി അവതരിച്ചിരിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിനാശത്തിനും അങ്ങയുടെ തന്നെ മരണത്തിനും ഇടയാകുമാറ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സീതയെ എന്തിനാണ് കാട്ടിൽ നിന്നും ബലാൽ അപഹരിച്ചത്? ഇതപ്പരം വാ വൈദേഹീം പ്രേഷയസ്വ രഘൂത്തമേ വിഭീഷണായ രാജ്യം തോ ദത്വാ ഗച്ഛാമഹേ വനം. ഇനിയെങ്കിലും ജാനകിയെ രാമന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് നാട് വിഭീഷണന് നൽകി നമുക്ക് വനത്തിലേക്ക് പോകാം. മന്ദോദരീ വജശ്രുത്വാ രാവണോ വാക്യമബ്രവീത് കഥം ഭദ്രേരണേ പുത്രാൻ ഭ്രാതൃൻ രാക്ഷസമണ്ഡലം ഖാദയിത്വാ രാഘവേണ ജീവാമി വനഗോചര രാമേണ സഹയോത്സ്യാമി രാമബാണൈ സുശീഘ്രകൈ വിദാര്യമാണോ യസ്യാമി തദ്വിഷ്ണോ പരമം പദം. മണ്ഡോദരി വാക്കുകൾ കേട്ടപ്പോൾ രാവണൻ പറഞ്ഞു, ഭദ്രേ, മക്കളെയും അനുജന്മാരെയും രാക്ഷസ സമൂഹത്തെ തന്നെയും രാമനെ കൊണ്ട് യുദ്ധത്തിൽ കൊല്ലിച്ചിട്ട് കാട്ടിൽ ചെന്ന് എങ്ങനെ ഞാൻ ജീവിക്കും? ഞാൻ രാമനോട് പൊരുതും. അതിശീഘ്രം പായുന്ന രാമശരങ്ങളാൽ പിളർക്കപ്പെട്ട് പരമമായ ആ വിഷ്ണുപദത്തിലേക്ക് പോകും. ജാനാമി രാഘവം വിഷ്ണും ലക്ഷ്മീം ജാനാമി ജാനകീം ജ്ഞാത്വൈവ ജാനകീ സീതാ മായാണീതാവനാത് ബലാത് രാമേണ നിധനം പ്രാപ്യ യാസ്യാമീതി പരം പദം വിമുച്യ ത്വാം തു സംസാരാത് ഗമിഷ്യാമി സഹപ്രിയേ. രാമൻ വിഷ്ണുവാണെന്ന് ഞാൻ അറിയുന്നു, സീത ലക്ഷ്മീദേവിയാണെന്നും അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ജനകപുത്രിയായ സീതയെ ബലാൽ വനത്തിൽ നിന്ന് കൊണ്ടുവന്നത്. രാമനോടേറ്റ് മരണമടഞ്ഞാൽ പരമപദം പോകാമെന്ന് ഞാൻ കരുതുന്നു. പ്രിയേ, നിന്നെ വെടിഞ്ഞ് ബന്ധുക്കളോടൊത്ത് ഞാൻ ലോകം വിട്ടു പോകും. പരാനന്ദമയീ ശുദ്ധാസേവിതേയാമുമുക്ഷുഭി താം ഗതിം ദുഗമിഷ്യാമി ഹതോ രാമേണ സംയുഗേ പ്രക്ഷാള്യ കൽമഷാണീഹ മുക്തിം യാസ്യാമി ദുർലഭം. ശുദ്ധവും പരമാനന്ദമയവുമായ ഏത് ലക്ഷ്യമാണോ മോക്ഷാർത്ഥികളാൽ സേവിക്കപ്പെടുന്നത്, യുദ്ധത്തിൽ രാമനാൽ വധിക്കപ്പെടുന്ന ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് പോകും. ഈ ജീവിതത്തിലുണ്ടായ മാലിന്യങ്ങളെല്ലാം കഴുകി അസുലഭ മുക്തി നേടുകയും ചെയ്യും. ക്ലേശാദിപഞ്ചകതരംഗയുധം ഭ്രമാഢ്യം ദാരാത്മജാപ്തധനബന്ധുജഷാഭിയുക്തം അർവാനലാഭ നിജരോഷമനംഗജാലം സംസാരസാഗരമതീത്യ ഹരിം വ്രജാമി. ക്ലേശപഞ്ചകത്തിൻ്റെ അലയാർന്നതും വളരെയധികം ചുഴികളുള്ളതായ ദാര, തനയ, തോഴ, ധന, ബാന്ധവരെന്ന മത്സ്യങ്ങൾ തിങ്ങിയതും ഭാടവ സമാനമായ തൻകോപം എന്നതും മാരൻ്റെ വലയുള്ളതുമായ ഈ സംസാരസാഗരം താണ്ടി ഞാൻ ശ്രീഹരിയെ പ്രാപിക്കുകയാണ്. ഓം യതി ശ്രീമദധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡേ ദശമ സർഗഃ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ.